ചിക്കു ചേച്ചി എന്തിനാണോ ഗുണങ്ങൾ ആലോചിക്കണം. എത്ര ഗുണം വിളിച്ചാലും വരില്ല. ഒരാളെ ലവ് ചെയ്യുന്നു എന്ന് അറിഞ്ഞാൽ ഉണ്ടാവുന്ന റിയാക്ഷൻ എന്തായിരിക്കും? വേണ്ട അല്ലെ, നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മുടെ Q&Aയുടെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പൊ ഫസ്റ്റ് പാർട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. നല്ല നല്ല കമന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പറ്റുന്ന പോലെയൊക്കെ റിപ്ലൈ ഞാൻ കൊടുത്തിട്ടുണ്ട്. തരാത്തവര് വിഷമിക്കുകയും ചെയ്തത് ഈ നിമിഷം ഞാൻ എല്ലാവരോടും നന്ദി പറയുകയാണ്. പിന്നെ ബേക്കിങ്ങിനെ കുറിച്ച് ഒരുപാട് പേര് പല സംശയങ്ങളും ചോദിച്ചിട്ടുണ്ട്. അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ദിവ്യ പത്മനാഭനാണ് ചോദിച്ചിട്ടുള്ളത്. ചേച്ചിയുടെ സബ്സ്ക്രൈബേഴ്സ് കേക്ക് ഉണ്ടാക്കി കാണുമ്പോൾ ചേച്ചിയുടെ ഹാപ്പിനെസ് കാണാറുള്ളതല്ലേ? അതുകൊണ്ട് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സബ്സ്ക്രൈബറിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള ഹാർട്ട് ടച്ചിങ് മൊമെന്റ് എന്തെങ്കിലും പറയാമോ? ശരിക്കും ഒരുപാട് സന്തോഷമാണ് തോന്നുന്നത്. കാരണം അത്രയധികം സക്സസ് ആയെന്ന് കേൾക്കുമ്പോൾ ഉള്ള സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കമന്റ്സ് ആയിട്ടും അല്ലാതെ നമ്മുടെ ചിക്കുസൻ ഫാമിലി എന്നുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പിലും എല്ലാവരും എങ്ങനെ എന്താ പറയുക, അവരുടെ സ്റ്റോറി അങ്ങ് വിശദമായിട്ടൊക്കെ എഴുതുന്ന കാണുമ്പോൾ ശരിക്കും ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. പിന്നെ ഹാർട്ട് ടച്ചിങ് മൊമെന്റ്, അതൊക്കെ ഹാർട്ട് ടച്ചിങ് മൊമെന്റ് തന്നെയാണ് കേട്ടോ. ഓരോ മൊമെന്റും അങ്ങനത്തെ കേൾക്കുന്നതൊക്കെ ഹാർട്ട് ടച്ചിങ് മൊമെന്റ് തന്നെയാണ്. അത് മാത്രമല്ല, നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഇപ്പൊ പിന്നെ കൊറോണ പ്രശ്നമൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റുന്നില്ല. എന്നാലും പുറത്തൊക്കെ പോകുന്ന സമയത്ത് മാസ്ക് ഇട്ടാൽ പോലും പലരും വന്ന് സംസാരിക്കാറുണ്ട്. അതൊക്കെ ഭയങ്കര മുടി കണ്ടിട്ടാണ് മനസ്സിലായത്. മുടി ഇങ്ങനെ മുടിയല്ലേ, അത് കണ്ടിട്ട് മനസ്സിലാക്കി വരുന്നവരുണ്ട്. സാധാരണ എല്ലാവരും വന്ന് പറയാം രശ്മി ചേച്ചി അല്ലേ, ചിക്കു സ്റ്റൈൻ ചേച്ചി അല്ലേ എന്നൊക്കെ ചോദിച്ച് സംശയം പറയാറ്. ചിലര് മാത്രമേ രശ്മി ചേച്ചി പറഞ്ഞു വരാറുണ്ട് കേട്ടോ. അപ്പൊ ഒരു ദിവസം നമ്മള് പോത്തീസിൽ ഇരുന്ന സമയത്ത്, താഴെ ഹൈപ്പർ മാർക്കറ്റിൽ ഇരുന്ന സമയത്ത് ഒരാള് ഒരു വിളി കേട്ട് രശ്മി ചേച്ചി എന്ന് പറഞ്ഞിട്ട് വിളി കേട്ട് ഓടി അടുത്ത് എൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞ് എന്റെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ശരിക്കും ഭയങ്കര ഹാർട്ട് ടച്ചിങ് മൂമെന്റ് ആയിരുന്നു അത് ഞാൻ കുറെ നടന്നിട്ട് കുറെ ആയെങ്കിലും പക്ഷെ ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യമാണ്. അത് ഭയങ്കരമായിട്ട് എനിക്ക് അവർക്ക് എന്താ പറയാ, അവരുടെ ആ ഒരു സ്നേഹം ശരിക്കും ഇപ്പോഴും എൻ്റെ കൈകളിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അവരുടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഒത്തിരി സന്തോഷം. പണ്ട് നടന്ന കാര്യമാണ്, പക്ഷെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ശരിക്കും അവരങ്ങനെ വന്ന സമയത്ത് വിചാരിച്ചത് അമ്മയുടെ ഏതോ ഫ്രണ്ടാണ്, അങ്ങനെയാണ് വിചാരിച്ചത്. നമ്മുടെ ആരോ റിലേറ്റീവ് ആരോ ആണെന്ന് വിചാരിച്ചത്. അതാണെന്ന് തോന്നുന്നു. എനിക്ക് ഹാർട്ട് ടച്ചിങ് ഭയങ്കരമായിട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു കാര്യം. അടുത്തത് അർഷാദ് ഉസ്മാനാണ് ചോദിച്ചിട്ടുള്ളത്. ഹലോ ചേച്ചി, പ്ലീസ് മൈൻഡ് മൈ ക്വസ്റ്റ്യൻ. ചിക്കുവിനെ എന്താക്കണമെന്നായിരുന്നു ചേച്ചിയുടെ ആഗ്രഹം? ചിക്കുവിന് പണ്ടൊക്കെ നമ്മളിപ്പോ സാധാരണ അച്ഛനും അമ്മയ്ക്കും ഒക്കെ മക്കളും എല്ലാം പണ്ടൊക്കെ പറയും ഡോക്ടർ ആക്കണം, എഞ്ചിനീയർ ആക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവില്ല. എനിക്കും അതുപോലെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. ഒരു ഡോക്ടറൊക്കെ ആക്കണം എന്നുണ്ടായിരുന്നു. എന്റെ അമ്മ ഡോക്ടറാണ്, അപ്പൊ എനിക്കൊരു ഡോക്ടർ ആക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ചിക്കുവിനും അങ്ങനെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ചെറുതായിരുന്ന സമയത്ത് അവൾ എപ്പോഴും പറയുന്നത് എനിക്ക് ഡോക്ടർ ആവണം എന്നൊക്കെ. പക്ഷെ കുറെ കഴിഞ്ഞപ്പോ ഡോക്ടർമാരുടെ ആ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. എനിക്ക് ഈ പരിപാടി പറ്റില്ല എന്ന് പറഞ്ഞെങ്കിൽ പതുക്കെ പുറകോട്ടടിച്ചതാണ്. അവർക്ക് മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ ഡോക്ടേഴ്സിന്റെ ആ ഒരു അത്രയധികം അവര് എഫേർട്ട് എടുക്കുന്നുണ്ടല്ലോ, അത്രയും എഫേർട്ട് എടുക്കുക, അത്രയും സ്ട്രെസ് ആണ്, സ്ട്രെയിൻ ഉണ്ട്. അതൊന്നും മൂപ്പർക്ക് പറ്റില്ല. അങ്ങനെ പിന്നെ പുറകോട്ടടിച്ച് ഇപ്പൊ BSc അഗ്രികൾച്ചറിലാണ് പഠിക്കുന്നത്. സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഏതെങ്കിലും വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പോസ്റ്റ് ചെയ്യാറില്ല, ഒരിക്കലും ചെയ്യാറില്ല. അടുത്തത് സൗമ്യ ദീപാണ് ചോദിച്ചിട്ടുള്ളത്. ഹായ് രശ്മി ചേച്ചി, രശ്മി ചേച്ചിയെ കാണാൻ ഒരുപാട് ഇഷ്ടമാണ്. ചേച്ചി ഈ കേക്ക് റെസിപ്പീസ് ചെയ്യാൻ പഠിച്ചത് എങ്ങനെ? ചെയ്യാൻ പഠിച്ചതെന്ന് വെച്ചാൽ ചെറുതായിരിക്കുമ്പോഴേ നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ ഞാൻ പണ്ടത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ എനിക്ക് ഒരു ഓവൻ വാങ്ങിച്ചിട്ടുണ്ട്. ഓവൻ ഒന്നും പറയാൻ പറ്റില്ല, അത് 2 പാത്രം ഇങ്ങനെ അടച്ചു വെക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ഓവനായിരുന്നു. പക്ഷെ അന്ന് മുതല് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. അന്ന് ഞാനും അനിയനും കൂടി ആയിരുന്നു പരീക്ഷണങ്ങളൊക്കെ. പക്ഷെ അന്നത്തെ ഒന്നും കേക്ക് എന്നൊന്നും പറയാനേ പറ്റില്ല. ഞങ്ങൾ കോരി തിന്നുന്ന ഒരു പരുവത്തിലായിരുന്നു. എന്നാലും കഴിക്കട്ടോ, മുഴുവനും കഴിക്കായിരുന്നു. ഞങ്ങൾക്ക് 2 വിഷയം ഞങ്ങളിങ്ങനെ കഴിച്ച് തടി വെച്ച് വണ്ണം ഞാൻ കൂടിയപ്പോഴാണ് പതുക്കെ ഒന്ന് നിർത്തുകയൊക്കെ ചെയ്തത്. അന്ന് മുതലേ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പല ബുക്കുകളിലാണ്, യൂട്യൂബും ഇങ്ങനെ ഒന്നും TVയും ഒന്നും ഇല്ലല്ലോ. പല റെസിപ്പി ബുക്കുകളിൽ നിന്നൊക്കെ ഓരോ റെസിപ്പീസ് ഒക്കെ കണ്ട് അത് വെച്ചിട്ടൊക്കെയാണ് നോക്കിയിട്ടൊക്കെ ഓരോന്നൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ചേട്ടന്റെ 3 നെഗറ്റീവ് ആൻഡ് 3 പോസിറ്റീവ്. പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്. ആദ്യം പോസിറ്റീവ് പറയാല്ലേ.
കെയറിങ് ആയിട്ടുള്ള ഒരു നേച്ചറാണ്. അതുപോലെ എന്നെ മാത്രമല്ല, ഞങ്ങളെ ഇവിടെ ഈ ഫാമിലി മാത്രമല്ല, സൈത്തറിന്റെ ഫാമിലി ആയാലും എൻ്റെ ഫാമിലി ആയാലും സൈത്തറിന്റെ ഫ്രണ്ട്സിനെ ആയാലും എല്ലാവരും ഒരു കെയർ ചെയ്യുന്ന ഒരു നേച്ചറാണ്. പിന്നെ രണ്ടാമത്തെ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യും. എന്താ പറയുക, നമ്മുടെ സ്വന്തം കാര്യം മാറ്റി വെച്ചിട്ട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പാണ്. അതിപ്പോൾ വീട്ടിലും ഹെൽപ്പ് ചെയ്യും, എല്ലാവരെയും ഹെൽപ്പ് ചെയ്യും. ഫ്രണ്ട്സിനൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണത്. മൂന്നാമത്തെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈഗോലെസ് മാൻ എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഒരു ഈഗോ. പക്ഷെ അങ്ങനെ ഈഗോ വളരെ കുറവുള്ള ഒരു മനുഷ്യനാണ് എന്ന് പറയാം. നെഗറ്റീവ് അങ്ങനെ നമ്മൾ പറയുന്നത് ശരിയാണ്. ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ ആളില്ലാത്ത സമയത്ത് നമ്മൾ നെഗറ്റീവ് പറയുമ്പോൾ, പക്ഷെ ഒരു രസകരമായിട്ടുള്ള നെഗറ്റീവ് പറയാം കേട്ടോ. രസകരമായിട്ടുള്ള പോസിറ്റിവിറ്റി ഉള്ള നെഗറ്റീവ് പറയാം. ആദ്യം ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇത് പോസിറ്റീവാണ്, പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് നെഗറ്റീവിലേക്കാണ് പോകുന്നത്. അങ്ങനത്തെ കാര്യം പറയാം. തന്നെ എല്ലാവരും ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന മെന്റാലിറ്റി ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യെങ്കിലും ആരിൽ നിന്നും ഹെൽപ്പ് സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. പക്ഷെ ഞാൻ എപ്പോഴും പറയും സൈതറിന്റെ അടുത്ത്, അങ്ങനെ നമ്മളിപ്പോൾ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയും വാങ്ങുകയും ഇങ്ങോട്ട് അതൊക്കെ വേണമല്ലോ. പക്ഷെ അതെന്തോ ഒരു ചെറിയൊരു മടിയുള്ള കൂട്ടത്തിലാണ്. അതെ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ ആരോടും വഴി ചോദിക്കില്ല. വലിയ ബുദ്ധിമുട്ടാണ്. ഗൂഗിൾ മാപ്പ് ഉണ്ടല്ലോ, തെറ്റിക്കാറാണ് ഗൂഗിൾ മാപ്പ്. ഒരു പ്രാവശ്യം ഞാനും സൈതറിനും കൂടെ, ചിക്കുമില്ലാട്ടോ, നീ ഹോസ്റ്റലായിരുന്നു ആ സമയത്ത്, ഞങ്ങള് എന്റെ ഓഫീസിലുള്ള ഒരു പയ്യന്റെ ഹൗസ് വാമിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതൊക്കെയോ ഗൂഗിൾ മാപ്പ് വെച്ച് ആരോടും വഴി ചോദിക്കൂല കേട്ടോ. എന്നിട്ട് ഗൂഗിൾ മാപ്പ് വെച്ചിട്ടാ പോകുന്നത്. അധികം ദൂരമൊന്നുമില്ല, പക്ഷെ എന്നിട്ട് എവിടെയോ ചെന്ന് ഫ്രണ്ടില് വഴി എൻഡ് ചെയ്തു. ലെഫ്റ്റ് സൈഡിൽ ഭയങ്കര ഒരു കുഴി, ഒരു കൊക്ക പോലത്തെ വഴി, റൈറ്റ് സൈഡിലാണെങ്കിൽ വലിയ കാട്. അപ്പൊ പറയുന്നത് യു ഹാവ് ടു റീച്ച് യുവർ ഡെസ്റ്റിനേഷൻ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചിരി വന്നിട്ട് ഞാനിരുന്ന് ആയ ഒത്തിരുന്ന് ചിരിക്കായിരുന്നു. അങ്ങനെ 1-2 പ്രാവശ്യമൊക്കെ പറ്റിയിട്ടുണ്ട്. വഴി ചോദിക്കൂല, വലിയൊരു പ്രോബ്ലമാണ്. അതുപോലെ സെക്കൻഡ് നെഗറ്റീവ് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ പറയും എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും നമ്മളോട് മോശമായിട്ട് പറയുകയാണെങ്കിൽ അത് നമ്മൾ മൈൻഡ് ആക്കേണ്ട. ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ വിടണം എന്ന് പറയില്ലേ, അതേ ക്യാരക്ടറാണ് കേട്ടോ. ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ വിടും. അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ആരെങ്കിലും എന്താ പറഞ്ഞാലൊന്നും എഫക്ട് ചെയ്യില്ല. പക്ഷെ ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും കാര്യമായിട്ടൊക്കെ പറയായിരിക്കും, അത് വെറുതെ ചെവി കൂടെ കേട്ട് വലത്തെ ചെവി കൂടെ വിടും. അത് ശരിക്കും എനിക്ക് വലിയ പ്രശ്നം. എനിക്ക് ചില സമയത്ത് ദേഷ്യം വരുമോ ഇങ്ങനെ ആ ഒരു ഇത് കാണുന്ന സമയത്ത്. അത് ഇപ്പൊ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പോസിറ്റീവ് ആണെന്ന്, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അത്രയേ ഉള്ളൂ. 2 നെഗറ്റീവ് മതി. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കാര്യമായ നെഗറ്റീവ്സ്, നമ്മൾ മറ്റുള്ളവരുടെ നെഗറ്റീവ്സ് കാണാതിരിക്കുകയല്ലേ വേണ്ടത്. അപ്പൊ അതുകൊണ്ട് അത് കാണാതിരിക്കും തോറും നമുക്ക് കൂടുതൽ സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പൊ ഇത് ഞാൻ രസത്തിന് പറഞ്ഞതേ ഉള്ളൂ. അതൊന്നും എനിക്ക് പ്രശ്നം ഉണ്ടാകുന്ന കാര്യങ്ങളല്ല. അതൊന്നും ഞാൻ നോക്കാറുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൂടുതലും മറ്റുള്ളവരുടെ നെഗറ്റീവ് കാണാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം നല്ല സന്തോഷമായിട്ട് തന്നെ പോകാൻ സാധിക്കും. ചേച്ചി ഉണ്ടാക്കുന്നതിൽ ചേട്ടനും ചിക്കുവിനും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഫുഡ് എന്നാണ്? അതും ചിക്കു പറഞ്ഞു. എനിക്കിഷ്ടമുള്ളത് അമ്മയുടെ സാമ്പാർ, വറുത്തരച്ച സാമ്പാർ അടിപൊളി ടേസ്റ്റാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ അത് ഹോസ്റ്റലിൽ വരുന്ന സമയത്ത് എപ്പോഴും പറയും, അയ്യോ അമ്മ സാമ്പാർ ഉണ്ടാക്കി. അങ്ങനെ ഞാൻ വരുന്ന ദിവസങ്ങളിൽ എപ്പോ ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോഴും വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കി. അത് കൂട്ടി ചോറ് കഴിക്കുന്ന കണ്ടിട്ട് വിചാരിക്കും വർഷങ്ങളായിട്ട് ഒന്നും കഴിക്കാതെ കിടക്കുന്ന ആളല്ല. ശരിക്കും അത് അങ്ങനത്തെ ഒരു അവസ്ഥയാണ്, പറഞ്ഞാൽ മനസ്സിലാവില്ല. സാമ്പാർ വെള്ളം പോലത്തെ സാമ്പാറും വല്ലപ്പോഴും കഷ്ണം കിട്ടിയാലേ അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് നല്ല അടിപൊളി സാമ്പാർ കഴിക്കുമ്പം അങ്ങനെ കഴിച്ചു പോകും ആരായാലും. പിന്നെ അമ്മയുടെ കേക്കും എല്ലാം, അമ്മ ഉണ്ടാക്കുന്ന എല്ലാം മിക്കതും എനിക്ക് ഇഷ്ടമാണ്. ഇതാണ് മെയിനായിട്ട്. അല്ല, ചിക്കൻ കറി ഇഷ്ടം. അതുപോലെ ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണ്. സൈതേട്ടന്റെ ഇഷ്ടം, സൈതേട്ടൻ എന്ന് പറഞ്ഞാൽ പായസ കൊതിയനാണ്. എല്ലാ പായസവും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മുടെ കലത്തപ്പം ഭയങ്കര ഇഷ്ടമാണ്. അത് സൈതേട്ടന്റെ മമ്മിയുടെ ഒരു സ്പെഷ്യൽ കലത്തപ്പമാണ്. അപ്പൊ അത് ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇപ്പൊ കുറെ ആയി ഉണ്ടാക്കിയിട്ട്. അത് ഭയങ്കര ഇഷ്ടമാണ്. പൂജ രാമപുരത്താണ് അടുത്ത് വെച്ചിട്ടുള്ളത്. മൈ നെയിം ഇസ് ശ്രീലക്ഷ്മി. Fan of Chiku's Dine. The question which I need you to answer is, which happy moments you wish may come once again? Both can answer. Okay. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഒരു എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒന്നുകൂടെ ഉണ്ടാവണം വരണം എന്നാഗ്രഹിക്കുന്ന ഒരു ഹാപ്പി മൊമെന്റ്. എനിക്ക് നമ്മൾ ടൂർ പോയത്, നമ്മൾ എല്ലാവരും കൂടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പോയിട്ടുണ്ടായിരുന്നു. ആൻഡമാനിലും പോയിട്ടുണ്ടായിരുന്നു, കാശ്മീരും പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് 2 സ്ഥലത്തും ഒന്നുകൂടെ ആ ഒരു എക്സ്പീരിയൻസ്. എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുന്നത് വേറെ തന്നെ ഒരു രസമാണ്. ട്രെയിനിലൊക്കെ നമ്മൾ ഒരുമിച്ച് പോയത്.
എനിക്ക് എന്ന് പറഞ്ഞാല് ചിക്കുവിന് 10ാം ക്ലാസ്സിൽ ഫുൾ A+ ആയിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, ഭയങ്കര സന്തോഷം. അതൊന്നും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ കൊള്ളാം. എനിക്ക് നടക്കൂലെന്ന് അറിയാം. എനിക്കറിയാലോ ഇപ്പോഴത്തെ പഠിത്തം വെച്ചിട്ടൊന്നും അങ്ങനെ ഒന്നും ഉണ്ട്. എന്നാലും ഒരു ആഗ്രഹം എന്താന്ന് ചോദിച്ചപ്പോ കോളേജാണ് നടക്കാൻ പോകുന്നില്ല. അടുത്തത് ഭാഗ്യലക്ഷ്മി ML ആണ് ചോദിച്ചിട്ടുള്ളത്. യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം, അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തത് ആരാ? യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള യൂട്യൂബ് ജേണിയെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ആ കാര്യങ്ങളെല്ലാം പറയാം കേട്ടോ. അടുത്ത ചോദിച്ചിട്ടുള്ളത് നന്ദനം ആണ്. ചിക്കു ചേച്ചി എന്തിനു പഠിക്കുക? ചിക്കു ചേച്ചി എന്തിനാണോ പഠിക്കുന്നത്? ഞാൻ ചോദിക്കാറുണ്ട്. ചിക്കു ചേച്ചി BSc അഗ്രികൾച്ചറിനാണ് പഠിക്കുന്നത്. ചേച്ചിയുടെ മോളുടെ മാരേജ് കഴിപ്പിക്കുന്നില്ലേ? ഇത് നീ ആരെ കൊണ്ട് ചോദിക്കും? കല്യാണിക്ക് 20 വയസ്സേ ആയിട്ടുള്ളൂ. അതെ, ചിക്കുവിന് 20 വയസ്സായിട്ടേ ഉള്ളൂ. കല്യാണം കഴിക്കണ്ട. കല്യാണം കഴിക്കാൻ വേണ്ട. അതെ, ജോലിയൊക്കെ കിട്ടി ഒന്ന് സെറ്റിൽ ആയി, ഇൻഡിപെൻഡന്റ് ആയി, ഒന്ന് സ്വന്തം കാലിൽ നിൽക്കട്ടെ. ഇപ്പൊ ഞാൻ സ്വന്തം കാലിലല്ല നിൽക്കുന്നത്. സ്വന്തം കാലിലൊക്കെ നിന്നിട്ട് മതി കല്യാണം എന്ന് തന്നെയാണ് തീരുമാനം. കല്യാണം ഇപ്പൊ എപ്പോഴായാലും ഞാനിപ്പോ മോളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ പറയാണ്, ഇവിടെ വെച്ച് പറയാണ്, ഇപ്പൊ കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ ആ വീട്ടിലെ അച്ഛനെയും അമ്മയും ആ വീടും ഒക്കെ സ്വന്തം പോലെ കരുതണം. ഇനി ഇൻ കേസ് അങ്ങനെയല്ല, അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ഈ വീടിന്റെ വാതിൽ എന്നും അവൾക്ക് വേണ്ടി തുറന്നു കിടക്കും എന്നുള്ള കാര്യം ഞാൻ ഇപ്പൊ പറയുകയാണ്. അത് ചിക്കുവിനോട് മാത്രമല്ല കേട്ടോ, എനിക്കൊരു മോളുണ്ട്, നിനക്കറിയോ? നമ്മുടെ യൂട്യൂബ് ചാനലില് നമ്മുടെ ചിക്കു സ്റ്റേറ്റ് ഫാമിലിയിലെ ഒരു മോളുണ്ട്, ശാലിനി എന്നാണ് പേര്. പിന്നെ അല്ല, ആ മോൾക്ക് അമ്മ ഇല്ല. അപ്പൊ എന്നോട് നമ്മുടെ ബർത്ത്ഡേയുടെ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മേനെ വിളിച്ചോളാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മോളെ അമ്മേനെ വിളിക്കുന്നത്. അപ്പൊ എനിക്ക് എന്നെ കാണണം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ മോളോടും പിന്നെ നമ്മുടെ ചിക്കു സ്റ്റേറ്റ് ഫാമിലിയിലെ എല്ലാ പെൺമക്കളോടും പറയാനുള്ളത് ഈ ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ മനസ്സും ശരീരവും വേദനിപ്പിക്കാൻ ആർക്കും അവകാശമില്ല, അതിനാരെയും അനുവദിക്കരുത്. ആ ഒരു കാര്യം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം എന്ന് വിചാരിച്ച് ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ കുറെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുന്നത് വളരെ ചുരുക്കം അവിടെ എവിടെയൊക്കെ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അല്ലാതെ എത്രയോ അച്ഛനമ്മമാരുണ്ട്, മരുമകളെ സ്വന്തം മകളെ പോലെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ എല്ലാ അച്ഛനമ്മമാരും മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതിപ്പം നമ്മുടെ ഭാഗത്ത് നിന്നൊരു സപ്പോർട്ട് നമ്മൾ ഉണ്ട് എന്നുള്ള ഒരു കാര്യം അവരെ ഒന്ന് ഓർമ്മപ്പെടുത്തി അവർക്ക് ഒരു ധൈര്യം കൊടുക്കുക എന്നുള്ളത്. നിങ്ങൾ 3 പേരിൽ ഏറ്റവും കേക്ക് ഇഷ്ടമുള്ള ആളായിരുന്നു? അയ്യോ, മത്സരമാണ്. ആർക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ളത് മത്സരം. എല്ലാവർക്കും ഇഷ്ടം, 3 പേർക്കും ഒരുപോലെ. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ്? ബിരിയാണി, ചിക്കൻ ദം ബിരിയാണി. എന്റെ നെയിം പറയാൻ മറക്കണ്ട, സാനിയ. എന്നെ സാനി എന്ന് വിളിച്ചാൽ മതി. ചേച്ചി ഇതിന് റിപ്ലൈ ഇതാ പ്ലീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ഹസീന MA ആണ് ചോദിച്ചിട്ടുള്ളത്. ചേച്ചിക്ക് ഇത്രയും അധികം കോൺഫിഡൻസ് കിട്ടിയത് എങ്ങനെയാണ്? ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല ടെൻഷനാണ് എനിക്ക്. ഒന്നും പാളിപ്പോയിട്ടൊന്നുമില്ല, എല്ലാം ചേച്ചിയുടെ റെസിപ്പീസ് തന്നെയാണ്. ശരിക്കും ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ, ടെൻഷൻ ഇല്ലാണ്ടൊന്നുമില്ല. എന്നാലും നമ്മൾ കുറെയൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുമല്ലോ. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻസ് തന്നെ വരുന്നതാണല്ലോ. അത് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ചെയ്ത് വരുമ്പോൾ ഒരു കോൺഫിഡൻസ് വരും. അത് എല്ലാവർക്കും വരുന്ന ഒരു കാര്യമാണ്. ചെയ്ത് തന്നെയാണ് കോൺഫിഡൻസ് വരുന്നത്. അടുത്തത് അനുഷയാണ് ചോദിച്ചിട്ടുള്ളത്. ചേച്ചി ചാനൽ തുടങ്ങിയപ്പോൾ വിചാരിച്ചിരുന്നു ഇത്രയും അധികം ആളുകൾ ഇൻസ്പയർഡ് ആയി ഹോം ബേക്കേഴ്സ് ആകുമെന്ന്, ഇൻക്ലൂഡിങ് മീ. ഞാൻ ചേച്ചിയുടെ വീഡിയോ കണ്ടാണ് സെയിൽ തുടങ്ങിയത്. 100-ലധികം കേക്ക് ഞാൻ സെയിൽ ചെയ്തു. ലവ് യു ചേച്ചി. ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. ഇത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇത്രയധികം ഒരു സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ. അത് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമില്ല. ഇത്രയധികം ഹോം ബേക്കേഴ്സ് ഈ ഒരു
വഴിയിലേക്ക് വരുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. കാരണം നമ്മൾ കാരണം മറ്റുള്ളവർക്ക് നല്ലത് വരുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യം. അതിൽ കഴിഞ്ഞും സന്തോഷമാണ് നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ട് എന്ന് അറിയുന്നത്. അത് നിങ്ങൾ പറയുന്നതിൽ തന്നെ എനിക്ക് അത്രയും അധികം എന്താ പറയുക, എനിക്ക് ഞാൻ നിങ്ങളോട് നന്ദി പറയണം. കാരണം ഞാൻ പറയാത്തവരുണ്ടാവുമായിരിക്കും. അപ്പോൾ പറയുന്ന ഓരോരുത്തരോടും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. എത്ര നല്ല ഭംഗിയുള്ള കേക്കുകളാണെന്നറിയാം ഓരോരുത്തരുണ്ടാക്കുന്നത്. എന്നിട്ട് പറയും ചേച്ചിയുടെ കേക്കാട്ടോ എന്ന് പറയും. അതൊന്നും കണ്ടാലും പോലും പറയില്ല. അത് പറഞ്ഞിട്ടില്ല, അതിന്റെ ഒരിക്കലും അറിയില്ല ഈ ഒരു കാര്യമൊന്നും. അപ്പൊ പറയുന്ന ഓരോരുത്തരോടും സ്പെഷ്യൽ താങ്ക്സ്. അടുത്തത് സ്നേഹ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഇസ് ചിക്കൂസ് മോസ്റ്റ് ഫേവറേറ്റ് തിങ് അബൌട്ട് അമ്മ ആൻഡ് ഓൾസോ വാട്ട് അമ്മ ലവ്സ് മോസ്റ്റ് ഇൻ ചിക്കു? ഗുണങ്ങൾ ആലോചിക്കണം. അതിപ്പോ പറയാനാണെങ്കിൽ ഇപ്പൊ ഞാൻ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ അമ്മേനോട് പറയേണ്ട ആവശ്യമില്ല. അമ്മേനോട് പറയാണ്ട് തന്നെ അമ്മ എനിക്ക് ഇങ്ങനെ ഒരു മോട്ടിവേഷൻ ഒക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞങ്ങ് തരും. അതെനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. നീ എന്താ പറ? ചിക്കുവിനെ പറയുകയാണെങ്കിൽ ചിക്കു ഭയങ്കര ബോൾഡാണ് കേട്ടോ. എന്നെ കഴിഞ്ഞും ബോൾഡാണ്. അപ്പൊ ആ ഒരു ബോൾഡ്നെസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത വാഹിദയാണ് ചോദിച്ചിട്ടുള്ളത്. ഓരോ റെസിപ്പി വീഡിയോസും കണ്ടിരിക്കാൻ തന്നെ സന്തോഷമാണ്. എങ്കിലും ഒരു സംശയം ചോദിച്ചോട്ടെ. വേറൊന്നുമല്ല, മധുരം ജീവിതശൈലി രോഗം വരുത്തുന്ന വില്ലൻ കൂടെയല്ലേ? അപ്പോൾ ചേച്ചി കേക്ക് ധാരാളം കഴിക്കുമ്പോൾ അത് ആരോഗ്യത്തെ ബാധിക്കുമെന്ന് പേടിയില്ലേ? ഞാനിത് ചോദിക്കാൻ കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ ചെറിയ കുട്ടികളിൽ പോലും പ്രമേഹം കണ്ടെത്തുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ്. ശരിക്കും നമ്മള് ഒരുപാട് മധുരം കഴിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ 3 പേരും. കാരണം കേക്ക് ഇപ്പൊ നമ്മളിപ്പോ കാണുന്ന ആ കേക്ക് അത് മാത്രമല്ല, അതല്ലാതെ തന്നെ ധാരാളം മധുരം കഴിക്കും. കാപ്പിയിലൊക്കെ നല്ലപോലെ മധുരം ഇട്ടിട്ടാണ് ഞാൻ കഴിക്കുന്നത്. ഈ കുട്ടികളിലൊക്കെ കാണുന്ന പ്രമേഹം എന്നൊക്കെ പറയുന്നത് അതൊന്നും മധുരം കഴിച്ചതുകൊണ്ട് വരുന്നതല്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം എൻ്റെ അച്ഛൻ മധുരം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അച്ഛൻ ഷുഗർ പേഷ്യൻ്റ് ആയിരുന്നു. അപ്പം ഭക്ഷണം കഴിച്ചത് കൊണ്ടല്ല ഇങ്ങനെ വരുന്നത് എന്നുള്ള കാര്യം അതിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം കുട്ടികൾക്കൊക്കെ ഇപ്പം പ്രമേഹം വരുന്നു എന്ന് പറയുന്നതൊക്കെ അവരൊക്കെ മധുരം കഴിച്ചിട്ടല്ലല്ലോ. അവരുടെ കുട്ടികളൊക്കെ എത്രത്തോളം മധുരം കഴിക്കുന്നത് ചിലർക്കല്ലേ വരുന്നുള്ളൂ. അതൊക്കെ എന്ന് പറഞ്ഞാൽ പാൻക്രിയാസിന്റെ പ്രവർത്തനം അങ്ങനെ ആ ഒരു കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യാത്തത് കൊണ്ടാണ് വരുന്നത്. അപ്പം ഷുഗർ വന്നവർ മധുരം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ബ്ലഡിൽ അവരുടെ ഷുഗർ ലെവൽ കൂടും. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ കഴിക്കരുത്. ദൈവമേ എനിക്ക് അങ്ങനെയൊന്നും വരരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് കാപ്പി. പഞ്ചസാര ഇട്ട് കാപ്പി കുടിക്കുന്നത് എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അത് നമ്മൾ സാധാരണ ഇടുന്ന പോലെ അല്ല പഞ്ചസാര, കൂടുതലാണ്, ഭയങ്കര മധുരമായിരിക്കും കാപ്പിക്ക്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറ്റില്ല എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു, വരരുത്. പിന്നെ നമ്മൾ ഭക്ഷണ കാര്യത്തിൽ കുറെയൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ കോവയ്ക്കൊക്കെ ഞങ്ങൾ സ്ഥിരം ഭക്ഷണത്തിൽ ഉൾപ്പെടുന്ന ദിവസം കോവയ്ക്ക മിക്കവാറും എല്ലാ ദിവസവും കോവയ്ക്ക കഴിക്കാറുണ്ട്. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു പോകുന്നതെന്ന് തോന്നുന്നു. അടുത്ത ചോദിച്ചിട്ടുള്ള രാഹത്ത് കേക്ക്സ് ബൈ ഹഫ്സു ആണ്. ഹായ് ചേച്ചി, എപ്പോഴും നല്ല റിലാക്സ് ആയിട്ടാണെന്ന് തോന്നുന്നു. മാഷാ അല്ലാ, അതിന് വേണ്ടിയുള്ള ടിപ്സ് എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യൂട്ടോ. ഇപ്പൊ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങനെ റിലാക്സ്ഡ് ആയിട്ടൊന്നും അല്ല കേട്ടോ. നമ്മള് ടെൻഷനും ഒക്കെ ഉണ്ടാവും, നമ്മൾ സാധാരണ മനുഷ്യന്മാരല്ലേ. അപ്പൊ പക്ഷെ എന്നാലും കൂടുതൽ സമയം റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ ആർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നേരത്തെ നമ്മൾ വിചാരിക്കണം നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ ഞാൻ റിലാക്സ്ഡ് ആയിട്ടേ ഇരിക്കുള്ളൂ എന്ന് നമ്മുടെ മനസ്സിനെ ഇങ്ങ് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് അത് സാധിച്ചെടുക്കാൻ സാധിക്കും. അടുത്തത് ഹിബ റിയാസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ചിക്കുവിന്റെ കല്യാണം എത്ര വയസ്സിൽ, എങ്ങനെയുള്ള ആളാകണം എന്നതിനെ കുറച്ചൊരു തീരുമാനമൊക്കെ ഉണ്ട്? ഇങ്ങനെയുള്ള ആളാണെന്ന് വെച്ചാൽ അത് ഇപ്പൊ ചിക്കു പറയട്ടെ. ഇപ്പൊ ഞാനിപ്പോ എന്താ പറയാ, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു നല്ലൊരു മനുഷ്യനായിരിക്കണം, മനുഷ്യ സ്നേഹിയായിരിക്കണം, പിന്നെ മൃഗസ്നേഹിയായിരിക്കണം. അടുത്തത് വാട്ട് വാസ് യുവർ ഫസ്റ്റ് ഇൻസ്പിറേഷൻ ദാറ്റ് ബ്രോട്ട് ദിസ് മച്ച് പോസിറ്റിവിറ്റി ആൻഡ് സ്മൈൽ ഇൻ യുവർ വേൾഡ്? പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്യാണ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. പോസിറ്റിവിറ്റി നെഗറ്റിവിറ്റി നമ്മൾ എങ്ങനെ ഇരിക്കണം എന്ന് നമ്മൾ ചൂസ് ചെയ്യണം. നമ്മളിപ്പം പോസിറ്റീവ് ആയിരിക്കണം എന്ന് നമ്മൾ വിചാരിക്കണം, അല്ലെ നമ്മൾ എന്തെല്ലാം പ്രശ്നങ്ങൾ, എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ നമുക്കും പ്രശ്നങ്ങളൊക്കെ ധാരാളം പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പോസിറ്റീവ് ആയിരിക്കും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ പോസിറ്റീവ് ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. ഹു ഈസ് യുവർ ഫേവറേറ്റ് കുക്ക് ആൻഡ് ഇൻസ്പയർഡ് യൂട്യൂബർ? ഫേവറേറ്റ് കുക്ക് എന്ന് പറയുമ്പോൾ അമ്മ തന്നെയാണ്. കാരണം എന്നുവെച്ചാൽ അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും. പിന്നെ സൈതാറിന്റെ അമ്മയും നന്നായിട്ട് കുക്ക് ചെയ്യും. രണ്ടുപേരുടെയും നല്ല രുചിയാണ് ഭക്ഷണം. എന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ പുതിയ ഡിഷസ് അങ്ങനത്തെ ഒന്നല്ലല്ലോ, നാടൻ റെസിപ്പീസ്, പക്ഷെ നല്ല രുചിയായിരിക്കും.
അത് അവരുടെ കൈകൊണ്ട് ഉള്ള ഒരു സീക്രട്ട് എന്തോ ആണെന്ന് തോന്നുന്നു. ഒരു പ്രത്യേക രുചി ഉണ്ടാവും. അത് അവരൊക്കെ തന്നെ. പിന്നെ ഫേവറേറ്റ് യൂട്യൂബർ എന്ന് പറയുമ്പോൾ അതൊക്കെ നമ്മുടെ യൂട്യൂബ് ജേർണിയിൽ പറയാം. അടുത്തത് ആരാധന അനന്തകൃഷ്ണനാണ് ചോദിച്ചിട്ടുള്ളത്. സബ്സ്ക്രൈബേഴ്സ് കാരണം പുറത്തിറങ്ങുമ്പോൾ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? ചേച്ചിക്ക് ഒരു സബ്സ്ക്രൈബർ കാരണം ഏറ്റവും വിഷമം തോന്നിയ ഒരു നിമിഷം? അയ്യോ, ഒരിക്കലും ഇല്ല. സബ്സ്ക്രൈബർ കാരണം പുറത്തിറങ്ങുമ്പോൾ ബുദ്ധിമുട്ടോ അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. സന്തോഷമാണ് ശരിക്കും. ഒരുപാട് സന്തോഷമാണ് ഇങ്ങനെയൊക്കെ വന്ന് നമ്മളോട് സംസാരിക്കാൻ. അടുത്ത ചോദിച്ചിട്ടുള്ളത് പ്രഭ ആൻഡ് മേരിയാണ്. ചേച്ചിക്ക് ബ്ലാക്ക് കളർ ഒരു വീക്ക്നെസ് ആണോ? അതുപോലെ ഗോൾഡ് ഓർണമെന്റ്സ് ഇഷ്ടമല്ലേ? തീർച്ചയായിട്ടും ബ്ലാക്ക് എനിക്ക് വീക്ക്നെസ് തന്നെയാണ്. എനിക്ക് ഇഷ്ടമുള്ള ഒരു നിറമാണ് ബ്ലാക്ക്. എല്ലാ ചുരിദാറുകളും ബ്ലാക്ക്. ഇതിപ്പോ ഇതിലുണ്ട് കേട്ടോ ബ്ലാക്ക്. കാരണം എല്ലാരും പറയും ബ്ലാക്ക് ഭയങ്കര ദുഃഖത്തിന്റെ സിമ്പിൾ ആണെന്നൊക്കെ. പക്ഷെ എനിക്കൊരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് ബ്ലാക്ക് ഇട്ട് പോകുമ്പോ ഒക്കെ നല്ലതാണ്. ഞാൻ ഇന്റർവ്യൂവിന് വരെ ഞാൻ ബ്ലാക്ക് ഇട്ടിട്ടേ പോവാറുള്ളൂ. അത് പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടും എന്നൊരു കോൺഫിഡൻസ്. നമുക്കൊരു കളർ ഇട്ട് പോകുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഇല്ല. അതുപോലെ ഞാൻ ബ്ലാക്ക് ആയിരുന്നു എപ്പോഴും പോവാം. അപ്പൊ എനിക്ക് കിട്ടാറുണ്ട്. അടുത്തത് ദേവു റോക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ചേച്ചിയുടെ മുടിയുടെ രഹസ്യം? മുടി നല്ലോണം ശ്രദ്ധിക്കാറുള്ള ഒരാളായിരുന്നു. പണ്ടൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കും. അപ്പൊ നല്ലപോലെ മുടി ഉണ്ടായിരുന്നു. പിന്നെ അസുഖം ഇല്ലാതായ സമയത്ത് മുടി മുഴുവൻ പോയിട്ടോ, നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ കുറച്ചൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നമ്മുടെ വീട്ടിൽ കാച്ചിയ എണ്ണ തേച്ചിട്ടാണ്, കുറച്ച് പച്ചിലകളൊക്കെ പറിച്ചിട്ടുള്ള ഒരു എണ്ണയാണ്. അപ്പൊ അത് എനിക്ക് തോന്നിയിട്ടുണ്ട്, എനിക്ക് മുടി വളരാൻ സഹായിക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അടുത്തത് ഷാരി ജോൺ ആണ് ചോദിച്ചിട്ടുള്ളത്. ചേച്ചി എപ്പോഴൊക്കെയാണ് വീഡിയോസ് ഇടുന്നത്? വീഡിയോസ് ആഴ്ചയിൽ 2 വീഡിയോ ആണ് ഇപ്പൊ സാധാരണയായിട്ട് എപ്പോഴും ഇടുന്നത്. തിങ്കളാഴ്ചയും വെള്ളിയാഴ്ച എന്തായാലും ഉണ്ടാവും. ഇപ്പൊ ലോക്ക്ഡൌൺ ഒക്കെ ആയപ്പോൾ വീട്ടിലൊക്കെ കുറച്ച് സമയം കൂടുതൽ കിട്ടുന്നുണ്ട്. സൈത്തണ്ണ കൂടുതൽ കിട്ടുന്നുണ്ട് എഡിറ്റ് ചെയ്യാനായിട്ട്. സൈത്തണ്ണാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ബുധനാഴ്ച ഇപ്പം കുറച്ച് ആയിട്ട് ബുധനാഴ്ചയും കൂടി ഇടുന്നുണ്ട്. പറ്റുവാണെങ്കിൽ ഇടാറുണ്ട്, ഇല്ല അല്ലെങ്കിൽ തിങ്കളും വെള്ളിയും തന്നെ. ഓക്കെ, ഷാനി പി എസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ചിക്കുവിന്റെ കല്യാണത്തിനെ പറ്റിയുള്ള പ്രതീക്ഷ എന്താണ്? ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ചിക്കുവിന്റെ കല്യാണം. ചിക്കുവിന്റെ കല്യാണത്തെ കുറിച്ച് അങ്ങനെ ഇപ്പൊ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഇപ്പൊ പഠിക്കല്ലേ, ഒന്ന് അടിച്ചു പൊളിക്കട്ടെ അവള്. അതിനുശേഷമൊക്കെ മതി കല്യാണം. ഓക്കെ, അടുത്തത് മൻഫർസാസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു നിമിഷം ഏതാണ്? പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. വീട്ടിൽ വഴക്കാളി ആരാണ്? ഫുൾ അടി ഉണ്ടാക്കുന്ന ബഹളം, ഫുൾ ബഹളം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു നിമിഷം ഏതാണ്? അങ്ങനെ ഒരു നിമിഷം കാത്തിരിക്കുന്നൊന്നുമില്ല കേട്ടോ. നാളെ ഇപ്പൊ എന്തോന്ന് പോലും നമുക്കറിയില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു നിമിഷത്തിന് വേണ്ടി ഒന്നും കാത്തിരിക്കുന്നില്ല. ഉണ്ടോ? ഇല്ല, അങ്ങനെ കാത്തിരിക്കുന്നൊന്നുമില്ല. അടുത്ത നിയ അനു വ്ലോഗ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ചിക്കു, ഹൂ ഇസ് യുവർ ബോയ് ഫ്രണ്ട്? പ്ലീസ് റിപ്ലൈ. എനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ല. ബോയ് ഫ്രണ്ട് ഒന്നുമില്ല. ബോയ്സ് കുറെ ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ ബോയ് ഫ്രണ്ട് ഇല്ല. അടുത്തത് ശ്രേയ ലക്ഷ്മിയാണ് ചോദിച്ചിട്ടുള്ളത്. ചിക്കുവിന് ശ്രീലക്ഷ്മി എന്ന് പേരിടാൻ കാരണം എന്താണ്? ചിക്കുവിന് ശ്രീലക്ഷ്മി, എനിക്ക് വേറെ ശ്രീലക്ഷ്മി ആയിരുന്നില്ലല്ലോ പേര്. കുറെ പേരുകൾ പറയുന്നുണ്ട്. ആ സമയത്ത് 28 കിട്ടുന്ന സമയത്ത്, ആ സമയത്താണ്. ഇപ്പൊ ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് വിടുമ്പോ തന്നെ പേര് കൊടുക്കണം ആണല്ലോ. പക്ഷെ അന്നൊക്കെ 28 കിട്ടുന്ന സമയത്തായിരുന്നു. അപ്പൊ ആ സമയത്ത് എല്ലാവരും പേരെന്താ പേരെന്ന് വെച്ചാൽ എല്ലാവരും, ഞാനൊരു പേര് സൈത്താറിന് ഇഷ്ടപ്പെടില്ല, സൈത്താറിന്റെ പേര് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് പറയുമ്പോൾ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ ആ സമയത്ത് എന്റെ അമ്മയാണ് പറഞ്ഞത് ശ്രീലക്ഷ്മി എന്നുള്ള പേരിട്ടാലോ എന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. കുക്കിങ്ങിനോട് ചെറുപ്പം തൊട്ടേ താല്പര്യം ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു, പണ്ടേ ഉണ്ടായിരുന്നു. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ തന്നെ എനിക്ക് ഇതിലേക്ക് പാചകം എന്തല്ലോ അടുപ്പിന്റെ അടുത്തോട്ട് എത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ 2 പലകയൊക്കെ ഓരോന്നൊക്കെ പരീക്ഷണങ്ങൾ, ഇങ്ങനെ പായസം അങ്ങനത്തെ ഒക്കെ ഓരോന്നൊക്കെ ഉണ്ടാക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അടുത്തത് സജിത്തേട്ടന് എത്ര വയസ്സുണ്ട്? സജിത്തേട്ടന് 49 വയസ്സ്. ഇപ്പം വരുന്ന ഒക്ടോബറിൽ 50 വയസ്സാവും. കാർ ഓടിക്കാൻ പഠിച്ചത് എപ്പോൾ? കല്യാണത്തിന് മുമ്പേ പഠിച്ചിട്ടുണ്ട്. അതിനു മുമ്പേ ലൈസൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഓടിക്കാൻ തുടങ്ങിയത് കുറെ കഴിഞ്ഞിട്ട്. അതിന് എനിക്ക് ഓടിക്കാൻ പേടിയായിരുന്നു. റോഡിലേക്കൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും വലിയ വണ്ടിയൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഇപ്പൊ ഒരു 7-8 വർഷമായി ഇപ്പം ഓടിക്കാൻ തുടങ്ങിയിട്ട്. അടുത്ത്, ചിക്കുവിന്റെ കൂടെ വണ്ടിയിൽ പോകാൻ പേടിയുണ്ടോ? പേടി മാത്രമേ ഉള്ളൂ, എത്ര കൂടെ വിളിച്ചാലും വരില്ല. അത് എന്താന്ന് വെച്ചാ എന്തൊരു പേടിയാണ്, അറിയില്ലല്ലോ.
അടുത്തത് ഗിരിജാദേവിയാണ് ചോദിച്ചിട്ടുള്ളത്. ഗിരിജാദേവി ഇതുപോലെ തന്നെയാണ്, നമ്മൾ എപ്പോഴും നമുക്ക് കമന്റ് ചെയ്യുന്ന ഒരാളാണ്. ഗിരിജാദേവി എന്ന് പറഞ്ഞ ആളുടെ മോളാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ പലരുടെയും കമന്റ്സിന് റിപ്ലൈ കൊടുക്കുന്നു. ഒത്തിരി പേർക്ക് അവര് ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് അവർക്ക് കറക്റ്റ് ആയിട്ട് ആ കുട്ടിക്ക് മറുപടി കൊടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ കാണാറുണ്ട്. അവർ നന്നായിട്ട് തന്നെ റിപ്ലൈ കൊടുക്കുന്നുണ്ട് പലരുടെയും സംശയങ്ങൾക്ക്. അത് ഒരുപാട് താങ്ക്സ് ഉണ്ട്, അത് തന്നെ ഞാൻ താങ്ക്സ് പറയട്ടെ. Which is the most unforgettable moment or day in your life? എനിക്ക് തോന്നുന്നു കല്യാണ ദിവസം ആണെന്ന് തോന്നുന്നുണ്ട് അല്ലേ. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരിക്കും അത്. എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഒരുപാട് ഇമോഷൻസ് വരുന്ന ഒരു ദിവസമാണ്. സന്തോഷമാണ്, ഒരു പുതിയ വീട്ടിലേക്ക് പോവുകയാണ്, കല്യാണമാണ്, പുതിയൊരു ലൈഫ് തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട്. അതുകൂടാതെ വീട് വിട്ടു പോകുന്നു, അച്ഛനെയും അമ്മയും സഹോദരങ്ങളെയൊക്കെ വിട്ടു പോകുന്നതിന്റെ വിഷമം, അത് വേറൊരു വഴിക്ക്. ആങ്സൈറ്റി ഉണ്ടാവും, എന്താകും ഇനി അതൊക്കെ വെച്ചാൽ ഉള്ള ഒരു പലതരം പ്രശ്നങ്ങളല്ലേ. ഇപ്പൊ മാത്രമല്ല, പണ്ട് ഇതുപോലെ തന്നെ പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം വെച്ചാൽ സ്റ്റൗ പൊട്ടിത്തെറിക്കലായിരുന്നു അന്നൊക്കെ എന്ന് പറഞ്ഞാല്. അതാണ് നമ്മുടെ മണ്ണെണ്ണ സ്റ്റൗ ഉണ്ടായിരുന്നു, അത് പൊട്ടിത്തെറിക്കലായിരുന്നു ഇവിടെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ആങ്സൈറ്റി ഉണ്ടാവും, പേടി ഉണ്ടാകും. ഇങ്ങനത്തെ ഒരുപാട് ഇമോഷൻസ് കൂടി ചേരുന്ന ഒരു ദിവസമാണ് അതെന്ന് തോന്നിയിട്ട്. അല്ലാതെ സാധാരണ നമ്മൾ സന്തോഷം ഉണ്ടാകുമ്പോൾ സന്തോഷം മാത്രം, സങ്കടമാകുമ്പോൾ സങ്കടം, അങ്ങനെയില്ലേ. പക്ഷെ ഇതെല്ലാം കൂടെ വരുന്ന ഒരു ദിവസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കല്യാണ ദിവസം, പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ച്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ദിവസം മറക്കാൻ പറ്റില്ല. അടുത്ത അനാമിക RS ആണ് ചോദിച്ചിട്ടുള്ളത്. ചിക്കു ഒരാളെ ലവ് ചെയ്യുന്നു എന്ന് അറിഞ്ഞാൽ ഉണ്ടാവുന്ന റിയാക്ഷൻ എന്തായിരിക്കും? അതെന്തായിരിക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടെ എന്തായിരിക്കും. ഞാൻ ചിലപ്പോ എനിക്ക് ലവ് എന്ന് പറയുന്നത് പുറത്തിറക്കി വിടും. കാരണം എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു കാര്യമാണ് ലവ് മാരേജ് എന്നൊക്കെ പറഞ്ഞാൽ. സ്നേഹിക്കാന്ന് പറയുന്ന സമയത്ത് ആ ഒരു പക്വതയില്ലാത്ത ഒരു പ്രായത്തിലൊക്കെ നമ്മൾ അറിയില്ല. എല്ലാവരുടെയും ആ പാർട്ട്ണറുടെ പോസിറ്റീവ്സ് മാത്രമേ കാണുള്ളൂ, നെഗറ്റീവ്സ് ഒരുപാടുണ്ടാവും. അതൊന്നും നമ്മൾ കണ്ടില്ല എന്ന് വെച്ചിട്ടായിരിക്കും നമ്മൾ ആ സ്നേഹിക്കുന്നത്. അത് കഴിഞ്ഞ് കൂടെ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പൊട്ടിമുളയ്ക്കുന്നത്. എന്താ വിചാരിച്ച് നമ്മളിപ്പോ അറിയിച്ചു വരികയാണെങ്കിൽ ഇത് രണ്ടും ഇല്ല കേട്ടോ. അറിയില്ല, പോസിറ്റീവ് അറിയില്ല, നെഗറ്റീവ് അറിയില്ല. പക്ഷെ അത് എന്താ പറയാ, ഒരു ലക്ക്, ഒരു ഫെയ്റ്റ് ഒക്കെയാണ് അത്. എന്നാൽ ഞാൻ ലവ് മാരേജിന് അങ്ങനെ എതിരെ അങ്ങനെയൊന്നും പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേരുണ്ട് സ്നേഹിച്ച് കല്യാണം കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്നവരുണ്ട്. നമ്മുടെ ഫാമിലിയിൽ തന്നെ ഉണ്ട് ലവ് മാരേജ് ചെയ്തിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നവരുണ്ട്, ഡൈവോഴ്സ് ആയവരുണ്ട്, അറേഞ്ച്ഡ് മാരേജ് ചെയ്തിട്ട് ഡൈവോഴ്സ് ആയവരുണ്ട്, നല്ല രീതിയിൽ ജീവിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും എനിക്ക് പേഴ്സണലി അതിനോട് വലിയ താല്പര്യമില്ല. ചിലപ്പം എന്തായാലും എന്റെ റിയാക്ഷൻ എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പം ഞാൻ ഉപദേശിക്കുകയായിരിക്കും, കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരിക്കും. അതായിരിക്കും. കുറെ ക്വസ്റ്റ്യൻസ് ചിക്കൂനെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഋഷാദ് C ആണ് ചോദിച്ചിട്ടുള്ളത്. എത്ര വയസ്സിലാണ് കല്യാണം കഴിച്ചത്? ഹസിന്റെ വയസ്സും പറയാം. കല്യാണം കഴിച്ചത് 25-ാം വയസ്സിലാണ്. എനിക്ക് എന്താ പറയാ, ചൊവ്വാദോഷം എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ജാതകം ചേരാത്ത വലിയ പ്രശ്നമൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ പോവുമായിരുന്നു. അങ്ങനെ 25-ാം വയസ്സിലാണ് കല്യാണം നടന്നത്. സവിതാറിനപ്പോൾ 29 വയസ്സ്. ഞങ്ങൾ തമ്മിൽ 4 വയസ്സിന്റെ വ്യത്യാസമാണുള്ളത്. ഹസ്ബൻഡ് എന്താ ജോലി? ഹസ്ബൻഡ് സെൻസസ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്, സെൻട്രൽ ഗവൺമെന്റ് ഓഫീസാണ്. തിരുവനന്തപുരത്ത് സെറ്റിലായിട്ട് എത്ര വർഷമായി? 21 വർഷമായി. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 21, കല്യാണം കഴിഞ്ഞ ഉടനെ ഇങ്ങോട്ട് വന്നതാണ്. അപ്പൊ 2000-ലായിരുന്നു കല്യാണം. ഇപ്പൊ 21 വർഷമായി. അടുത്തത് അമൃത പ്രമോദാണ് ചോദിച്ചിട്ടുള്ളത്. ഐ വോണ്ട് ഷെയർ സംതിങ് റിയലി ക്ലോസ് ടു യു ചേച്ചി. യു ആർ മൈ ഐഡൽ ഇൻ ബേക്കിംഗ് കേക്ക്സ്. ഓരോ റെസിപ്പീസും എന്തുമാത്രം പെർഫെക്റ്റ് ആയിട്ടാണ് പറയുന്നത്. താങ്ക്സ് ഫോർ ബീയിങ് മൈ ഐഡൽ. ക്വസ്റ്റ്യൻ ഇസ്, ചേച്ചിക്ക് ബേക്കിംഗ് എവിടെ നിന്നാണ് പാഷൻ വന്നത്? ആരാണ് ബേക്കിംഗ് പഠിപ്പിച്ചത്? ആൻഡ് വാസ് ദിസ് യുവർ പാഷൻ സിൻസ് ചൈൽഡ്ഹുഡ്? കേക്കിലോട്ട് ഞാൻ വന്നത് എങ്ങനെയാന്ന് എനിക്കറിയില്ല. എനിക്ക് പണ്ട് ചെറുതായിരിക്കുമ്പോൾ ഒക്കെ എനിക്ക് കേക്ക് ഉണ്ടാക്കാനൊക്കെ ഇഷ്ടമായിരുന്നു. എന്തൊക്കെയോ തട്ടിക്കൂട്ടിയൊക്കെ കേക്ക് ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ ഈ ഒരു യൂട്യൂബിൽ ഈ ഒരു ഇതിലേക്ക് വരുന്നതോ ഒന്നും എനിക്ക് എങ്ങനെയോ ഞാൻ വന്ന് പെട്ടത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ഞാനങ്ങനെ ബേക്കിങ്ങിന്റെ ക്ലാസ്സിലോ അങ്ങനെ ഒന്നിനും പോയിട്ടില്ല. അങ്ങനെ എങ്ങനെയാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ സത്യം പറഞ്ഞാല്. അപ്പൊ ഒരുപാട് പേര് എനിക്ക് ചേച്ചിക്കാരനാണ് ഞാനിങ്ങനെയായത്, ചേച്ചിക്കാരനാണ് ഞാൻ ഹോം ബേക്കർ ആയത്, എനിക്ക് ഇത്രയും അധികം ഏർണിങ്സ് ഉണ്ട് എന്നൊക്കെ പറയും. ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു ക്രെഡിറ്റ് 1% പോലും എനിക്കുള്ളതല്ല. അതൊക്കെ അവിടെ അതൊക്കെ ദൈവത്തിനാണ്. 100% അവിടെ തന്നെയാണുള്ളത്. എനിക്കത് എന്താ പറയാ, ആഗ്രഹിക്കാൻ പോലും അവകാശം ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എങ്ങനെയാണ് ഇത് ഈ കേക്ക് ബേക്കിങ്ങിലേക്ക് എത്തിപ്പെട്ടതെന്ന്, ചെയ്യുന്നതെന്നോ അങ്ങ് ചെയ്തു പോകുന്നു മാത്രം.
അടുത്ത ആരാധന അനന്തകൃഷ്ണനാണ് ചോദിച്ചിട്ടുള്ളത്, ചിക്കു അമ്മക്കുട്ടിയാണോ അച്ഛക്കുട്ടിയാണോ? രണ്ടും കുട്ടിയല്ല, ആകാശത്തുനിന്ന് പൊട്ടി മാത്രമല്ലേ. ഇവരുടെ രണ്ടുപേരുടെ കുട്ടിയാണ്, പക്ഷെ ആ കുട്ടിയല്ല, തന്നെ നിൽക്കുവാണ് ഇങ്ങനെ മടി പോലെ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഫി കപ്പിളാണ് ചോദിച്ചിട്ടുള്ളത്, ചിക്കുവിന് കല്യാണം കഴിച്ച് അയക്കാനുള്ള പ്ലാൻ ഉണ്ടോ? ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ചിക്കു എല്ലാ കാര്യവും അമ്മയോട് ഷെയർ ചെയ്യാറുണ്ടെന്ന് തോന്നാറുണ്ടോ? നിങ്ങൾ ഒരു അമ്മ മകൾ ബന്ധത്തിനപ്പുറം ഒരു ബോണ്ട് ഉള്ളതായി തോന്നിയിട്ടുണ്ടോ? എല്ലാ കാര്യവും ഷെയർ ചെയ്യാറുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ പറയാറുണ്ട് എല്ലാം ഷെയർ ചെയ്യണം എന്ന്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്താറുണ്ട്. അവൾ ചെയ്യുന്നുണ്ടെന്നാണ് വിശ്വാസം. ചെയ്യാറുണ്ടോ? അമ്മ മകൾ ബന്ധത്തിനപ്പുറം ഞങ്ങൾ തമ്മിൽ നല്ല എന്താ പറയാ, നല്ലൊരു ഫ്രണ്ട്ലി ആണ്, നല്ല ഒരു ഇമോഷണലി കുറച്ച് കൂടുതൽ അറ്റാച്ച്ഡ് ആണ് ഞാൻ ഇവളുമായിട്ട്. അടിയൊക്കെ കൂടുമെങ്കിലും കുറച്ച് കൂടുതൽ അറ്റാച്ച്ഡ് ആണ്. ആൻ മറിയ വർഗീസ് ആണ് അടുത്ത് ചോദിച്ചിട്ടുള്ളത്, ചേച്ചിക്ക് ഹോം ബേക്കേഴ്സിന് കൊടുക്കാനുള്ള എന്തെങ്കിലും ടിപ്സ് ആൻഡ് ട്രിക്സ് പറയാമോ? ഹോം ബേക്കേഴ്സിന് കൊടുക്കാനുള്ള ടിപ്സും ട്രിക്സും ഒക്കെ ഓൾറെഡി നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സുകളിൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ലാസ്റ്റ് ആണ്, ബബിഷ പി ആണ് ചോദിച്ചിട്ടുള്ളത്, ചേച്ചി ഒത്തിരി ഇൻസ്പയറിംഗ് ആണ്. എൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ചേച്ചി ജീവിതത്തിൽ നിന്നും പഠിച്ച ഒരു ലെസൺ എന്താണ്? ജീവിതത്തിൽ നിന്നും പഠിച്ച ലെസൺ എന്ന് പറഞ്ഞാൽ ലവ് യുവർ സെൽഫ്. അത് തന്നെയാണ് ഞാൻ ജീവിതത്തിൽ നിന്ന് പഠിച്ച ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പാഠം. ഞാൻ പണ്ട് എന്നെ സ്നേഹിക്കാറുണ്ടായിരുന്നില്ല, എനിക്ക് എന്നെ ഇഷ്ടമൊന്നും അല്ലായിരുന്നു. എൻ്റെ മുടി ഇഷ്ടമല്ല, എന്നെ ഇഷ്ടമല്ല, എൻ്റെ ചിരി ഇഷ്ടമല്ല, ഒന്നും ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ when I started loving myself, the world around me changed എന്നാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്, ഇപ്പോഴും തോന്നുന്നതും. കാരണം നമ്മൾ നമ്മളെ കൂടുതലായിട്ട് സ്നേഹിക്കണം എന്നുള്ളത് എനിക്ക് പറഞ്ഞു തന്നത് ലൂയിസ് എൽഹേ ആണ്. ലൂയിസ് എൽഹയുടെ ഒരു ബുക്ക് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഞാൻ റെഫർ ചെയ്യുന്നതാണ്. പല അസുഖങ്ങളുള്ളവരൊക്കെ, എൻ്റെ ഫ്രണ്ട്സായിട്ടൊക്കെ ഉള്ളവർക്കൊക്കെ ഞാൻ റെഫർ ചെയ്യുന്ന ഒരു ബുക്കാണ്. എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണത്. അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, മെയിനായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഫസ്റ്റ് ലവ് യുവർ സെൽഫ്, ദെൻ ലവ് യുവർ നെയ്ബർ ആസ് യു ലവ് യുവർ സെൽഫ്. നിങ്ങൾ ആദ്യം നിങ്ങളെ സ്നേഹിക്കൂ, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ നെയ്ബേഴ്സ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് ഉള്ള വീട്ടിലുള്ള ആളെ പോയി സ്നേഹിക്കാനൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളവരെ, ഹസ്ബൻഡിനെ, മക്കളെ, നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്നവരെ, ഫ്രണ്ട്സിനെ, എല്ലാവരെയും കൂടെ. അതാണ്. അപ്പം എല്ലാവരെയും അതുപോലെ സ്നേഹിക്കൂ. നിങ്ങൾ എങ്ങനെ നിങ്ങളെ സ്നേഹിക്കുന്നോ അതുപോലെ അവരെയും സ്നേഹിക്കൂ എന്നാണ് ലൂയിസ് എൽഹേ പറയുന്നത്. ഞാൻ അതുപോലെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് പ്രശ്നങ്ങളൊക്കെ, ഒരുവിധം പ്രശ്നങ്ങളൊന്നും വലിയ പ്രശ്നങ്ങളല്ലാതെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് ഈ ഒരു കാര്യമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച ഏറ്റവും വലിയ ഒരു പാഠം. ചിക്കു എടുത്തുകൊണ്ട് വന്നതാട്ടോ ഈ ബുക്ക്. ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ബുക്ക്, യു ക്യാൻ ഹീൽ യുവർ ലൈഫ് എന്നാണ്, ലൂയിസ് എൽഹയുടെ ബുക്കാണ്. ഈ ബുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. വലിയ റേറ്റ് ഒന്നുമില്ല, കാരണം ആ ഒരു റേറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര വർത്ത് ആയിട്ടുള്ള ഒരു ബുക്കാണ്. പ്രത്യേകിച്ച് അസുഖമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ്. അപ്പോൾ അതാണ് എനിക്ക് ജീവിതത്തിൽ നിന്നും പഠിച്ച ഒരു ഭാഗം. ഞാൻ എപ്പോഴും നന്ദിയുള്ളവളായിരിക്കും ലൂയിസ് എൽഹയോട്. ലൂയിസ് എൽഹ മരിച്ചു പോയിട്ടോ, ഒരുപാട് പ്രായമായിട്ട് മരിച്ചതാണ്. ഈ ഒരു ക്യൂൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ തീർന്നു അല്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു ക്യൂൻ്റെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.